ഹലോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ കേട്ടോ. അപ്പോൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. 7:30 നിസ്കാരം. അപ്പോൾ 7 മണിയായി. അപ്പോൾ ഒരാളെയും കൂടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വരും. പിന്നെ നമ്മൾ അടുത്തുള്ള വീട്ടിലേക്കൊന്ന് പോകും. അതൊക്കെ തന്നെയാണ് പെരുന്നാൾ. പിന്നെ അപ്പം ഉമ്മ കൂടെ ഇല്ലാത്ത ആദ്യത്തെ പെരുന്നാളാണ് കേട്ടോ എൻ്റെ ഈ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും നല്ലോണം ഉണ്ട്. ഇത്രയും വർഷമായിട്ട് ഇതുവരെയായിട്ട് ഉമ്മ ഇല്ലാത്തൊരു പെരുന്നാൾ ആഘോഷിച്ചിട്ടില്ല. ഉമ്മ വീണിട്ട് ഞാൻ പറഞ്ഞല്ലോ, കാലിൻ്റെ ഒരു സർജറി കഴിഞ്ഞു. അപ്പോൾ പെങ്ങളെ വീട്ടിലാണ് ഉമ്മ. അപ്പോൾ അവിടെയാണ് ഉമ്മാൻ്റെ പെരുന്നാൾ, പെങ്ങളെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ ഇല്ലാത്തുള്ള ഒരു സങ്കടവും വിഷമവും എല്ലാം കൂടെ ഉള്ള ഒരു പെരുന്നാളാണ് ഈ ഒരു പെരുന്നാൾ. ബാക്കി നിസ്കാരം കഴിഞ്ഞിട്ടൊക്കെ വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാട്ടോ. വരുന്ന ആളേട്ടോ കാത്തിക്കണത്. എത്തി. ആരപ്പത്? അപ്പം പള്ളിയിൽ പോവാട്ടോ. 7:30 നിസ്കാരം. 7:15. ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട് കേട്ടോ. അങ്ങനെ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിറങ്ങി. ഇനി കബറിങ്ങലൊക്കെ ഒന്ന് പോകണം. നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെതാ കുറേ ആൾക്കാരെ കണ്ടു. എല്ലാവർക്കും ഈദ് മുബാറക്ക് നേർന്നു. അങ്ങനെ ഇനിയിപ്പം ഇതാ കബറിങ്ങക്ക് പോവാട്ടോ. നമ്മൾ ഇന്നിതാ ഇന്നുവിൻ്റെ ഡ്രസ്സ് ഇതാ. റാസിയ എവിടെ? ഉണ്ണിക്കുട്ടി ഓടണേ. അപ്പം ഞങ്ങളിങ്ങനെ അമ്മോൻ്റെ വീട്ടിലേക്കും ഒക്കെ ഇങ്ങനെ ഇറങ്ങിയതാട്ടോ. ഉണ്ണിയുടെ ഓടണേ. ഉണ്ണിയാണ് നിൽക്ക. ഓടല്ലേ ഓടല്ലേ. അവിടെ പോയി പിടിച്ച് വെല്ല പോയി പിടിച്ച് അവിടെ നിൽക്കോളം. കയ്യുപിടി. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഉണ്ണിൻ്റെ ചെരുപ്പ് എങ്ങനെയുണ്ട്? ലൈറ്റത്തിൻ്റെ ചെരുപ്പ്. അടുക്ക കയറ്. ബില്ലടിച്ചോക്കാ. എന്നാ വാ, ആണ്ട് വാ. ഇന്നോട് പോവാ. വാ. അപ്പോൾ ഇന്ന് ചോറ് കഴിച്ചിട്ട് പെങ്ങളെ വീട്ടിൽ പോകണം കേട്ടോ. ഇമ്മ അവിടെയാണല്ലോ, പെങ്ങളെ വീട്ടിലാണ്. അപ്പം അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ ഞാൻ അമ്മോൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. കേറടാ. അങ്ങനെ ഞങ്ങൾ യാസിറിൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ വന്നതാണ്. യെസ്, കേറ ഇരിക്ക്. അത് വലിയ പെരുന്നാളല്ലേ? വലിയ പെരുന്നാൾ. ഇരിക്ക്. ഇതിന് വേണ്ടി മാത്രം ഞാൻ എറണാകുളത്ത് നിന്ന് വന്നതാണ്. അത് കേട്ടാൽ മതി. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടില്ല. മന്തിയാണ് മന്തി. പെരുന്നാളിൻ്റെ ബിരിയാണി മന്തി അതാണ്. അതെ ചേട്ടാ, ഒരു പാട്ട്, പെരുന്നാളിനെ പറ്റിയൊരു പാട്ട് പാടടോ. അത് ചിലപ്പോൾ ആ മന്തി കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വിശന്നിട്ട് കണ്ണാൻ പാടില്ല. അപ്പൊ കണ്ണ് കാണാത്തതിന്റെ ഒരു വിഷമം മുഖത്ത് വന്നിട്ടുണ്ട്. കാണാത്തതിന്റെ വർഷം കൂടെ നമുക്ക് തിന്നിട്ട് നല്ല കണ്ണ് കാണിച്ച കാറ്റ്. ഞാൻ ഇന്നലെ അന്നലെ ഷൂട്ടിണ്ടായിരുന്നു ഫ്ലവേഴ്സിന്റെ ഐറ്റം വേറെ പെരുന്നാൾക്കുള്ള സ്പെഷ്യൽ മന്തി കേട്ടോ. ഇന്നും അവിടെ റെഡി ആയിരിക്കുകയാണ് കഴിക്കാൻ. ഇരിക്ക് വിജേഷ്, ഇരിക്ക്. അരവിന്ദ് ചേട്ടൻ ഇരിക്ക്. ഫോൺ എടുത്തേക്ക്. ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പെരുന്നാൾക്ക്. ബിജീഷും അരവിന്ദനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിജീഷിന് ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്ന്. പിന്നെ എറണാകുളത്തായിരുന്നു ഓന്
ഞാൻ വിളിച്ചപ്പം അവിടുന്ന് വന്നതാണ് കേട്ടോ. അപ്പോൾ അവന് ഇന്നൂസിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കുകയാണ്. ഇന്നൂസ് മൈലാഞ്ചി ഇട്ട് അങ്ങനെ നിന്നപ്പോഴേ ഞാൻ ഇട്ടരാന്ന് പറഞ്ഞിട്ട് ബിജീഷ് ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് അരവിന്ദൻ്റെ നോട്ടം നോക്കിയിരിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് ചിരി വരുന്നത്. കാരണം എന്തോ ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നോക്കിയിരിക്കുന്നത് കാണുമ്പോൾ ആണ്ടോക്കിയ. പക്ഷെ നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. രണ്ടാളും നന്നായിട്ട് പാട്ട് പാടും. ഒരുപാട് വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത് കേട്ടോ. പിന്നെ ബിജീഷ് എന്താ പറയുക, എറണാകുളം ഇപ്പോൾ കുറേ കാലമായിട്ട് പോകാൻ എറണാകുളത്താണ്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ കാണാറുള്ളൂ. അപ്പോൾ ഇന്നലെ വിളിച്ചപ്പോൾ അവൻ എറണാകുളത്താണ്. ഇന്ന് വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. പക്ഷെ വിളിച്ചപ്പോൾ അവൻ വന്നു കേട്ടോ. ഇന്ന് തന്നെ മടങ്ങി പോകും തോന്നുന്നു. രാത്രിയായിട്ട് പോകുമെന്ന് പറഞ്ഞു. അന്തർജനമായി കൺമണിത്തിങ്കളെ അതൊക്കെയല്ലേ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പെങ്ങളെ വീട്ടിൽ പോവാണ്. ഓട്ടോയിലാണ് കേട്ടോ പോണത്. ഇപ്പോൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞു. മൂച്ചക്കലാണ് വീട്, വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെതാ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടാണ്. അപ്പം ഇനി പെങ്ങളെ വീട്ടിൽ എത്തിയതിൻ്റെ ശേഷം കാണാം കേട്ടോ. പറ്റണ തരത്തിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. ഫുള്ളായിട്ട് എടുക്കൂല. പെങ്ങളെ വീട്ടിലാട്ടോ. ഇവിടെ നല്ല അടിപൊളി തോടും പാടും എല്ലാം കൂടെ ഉള്ള നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായി കയറാം. തോടും പാടമൊക്കെ ഒന്നായിട്ട് നിൽക്കുക. നല്ല സൂപ്പർ സ്ഥലം. ഇപ്പോൾ പാടത്തൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഒരു 4-5 വീടൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിക്കേ വെള്ളം കണ്ടിട്ട് അതിക്ക് ഇറങ്ങാനാണ് അല്ലേ എമ്പോടെ? ആ അതാ അതിക്ക് ഇറങ്ങാനാണ് ആൾക്ക്. പക്ഷെ ഇറക്കാൻ പറ്റൂല, ഞാൻ നനയും, അതുകൊണ്ട് ഇറങ്ങണില്ല. ഇപ്പോൾ പാടത്തൊക്കെ കുറച്ച് വീടൊക്കെ വന്നു. പക്ഷെ വെള്ളം കണ്ട് വീട്ടിൽ കയറൊന്നുമില്ല കേട്ടോ. കാരണം ഇവിടെ നല്ല ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമാണ്. നല്ല ഇപ്പം ഈ മഴയൊക്കെ കഴിഞ്ഞല്ലോ, നല്ല സൂപ്പറായിരുന്നു കേട്ടോ. ഫുള്ളിങ്ങനെ ഒന്നായി ഇങ്ങനെ നിൽക്കും, നല്ല രസമാണ്. എവിടെ ഇവിടെ ആ അത് അത് നോക്കിട്ടോ, ആണ്ട് ഇറങ്ങണ്ട, അവിടെ നിന്നാൽ മതി.